ഈ കാട്ടുകള്ളൻ സമതിന് എന്താ സമസ്തന്റെ പരിപാടിയില്? ഓൻ അവിടുന്ന് മറുകണ്ഠം ചാടിയതല്ലേ? അത് ശരിയല്ല എന്ന് പറഞ്ഞാണ്ട് ഇത് ചാടിയതാണല്ലോ. ഇപ്പൊ ആട് ഇളിഞ്ഞു പോയിക്കണ്. എല്ലാരും ശ്രദ്ധിച്ചോളൂ, ഇതരേ ഒരു കുഴപ്പമില്ല. ഇനി ഇറ്റങ്ങൾ എങ്ങോട്ട് കൊണ്ടാറടക്കിയോ, ഈ കൊണ്ടാറക്കെട്ട് എങ്ങോട്ട് കൊണ്ടാറടക്കിയോ അവിടെയൊക്കെ പ്രശ്നക്കാർ നോക്കിയേണ്ടി. അള്ളാഹു തആല കാക്കട്ടെ. ദുഹാർന്നോളി. അത്രയും നാശാണ്, ഫിത്നയാണ്, ഫസാദാണ്. പണ്ട് ശംസുലുലമ പറഞ്ഞല്ലോ, ഒരു ചായ, ആ ചായയിൽ അല്പം ഡാഷ് കലക്കിയാൽ എന്താകുമെന്ന് വെച്ചില്ല, ഈ വട്ടാണ് ആ ഡാഷാണ്. ഇതൊക്കെ പരിപാടിക്ക് പോയതോടുകൂടി അതിൻ്റെ അത് പോയി. ഒന്നാലോചിച്ച് നോക്കി. റിപ്പോർട്ടർ വിട്ടിക്കുക ജെത്ത് തേങ്ങക്ക് പോയത് സമത എനിക്കെത്തവിടാ ഉള്ള സമസ്തന്റെ ആലിമീങ്ങളും ഉലമാക്കളെയും ഫുള്ള് കള്ളന്മാരും തട്ടിപ്പിന്റെ ആളുകളും ആക്കിയിട്ട് പിന്നെ സമസ്തന്റെ സമ്മേളനത്തിന് നോക്കിയാൽ എനിക്ക് ഉളുപ്പില്ലടി മോയന്റെ ഇത്ര വലുപ്പമില്ല. ഈ സമസ്തനെ പറ്റി പറഞ്ഞ എത്ര എണ്ണം ഉണ്ട് ഞങ്ങളുടെ കയ്യില്? ആ സമസ്തയാണിതേ, മനസ്സിലായോ? എന്നിട്ട് ഇഴിഞ്ഞു പോയിക്കുക. ആരും ഇല്ല അവിടെ. ഏതേ മൂലൊക്കെ പോയി കേൾക്കാരം. ഇതാ പറക്കാക്കല്ലേ, ഇതാ നല്ല നിലക്ക് പോയേനി. അതിന്റെ ഹുർമത്തും ആ ഇതൊക്കെ ഉണ്ടല്ലോ, അതിന് കളങ്ങാൻ പറ്റും. എന്നെ പോലത്തെ ഡാഷുകളോട് പോയാൽ കള്ള മുനാഫിക്കാവനെ. ഓൻ പോസ്റ്റ് ഇട്ടില്ലെങ്കില് ഓനും സമസ്തയിൽ എന്ത് ബന്ധമുള്ളത്? അബ്ദുൽ വാരി ഉസ്താദ് പറഞ്ഞു, നമ്മൾ സംഘടന രൂപീകരിക്കുകയാണെങ്കിൽ അതിൽ കേവലം നമ്മൾ മാത്രമായി തീരുമാനിച്ച് നടപ്പാക്കരുത്, നമ്മുടെ മശായിഖന്മാരുടെ അനുവാദം അതിൽ നിർബന്ധമാണ്. ഇതാണ് മറ്റ് സംഘടനകളിൽ നിന്ന് ഇതര സംഘടനകൾ സമസ്തയെ വേർതിരിച്ച് നിർത്തുന്നത്. നാം മൊയന്ത ഇജല്ല പറഞ്ഞ സമസ്തന്റെ പൂർവ്വകാല ആലിമ്യങ്ങൾ കൊടുത്ത പ്രമേയം ചോറ്റൂര്, കൊരൂര്, നൂരിഷ, അതുപോലെ കൊണ്ടോട്ടി കൈക്കാട്, അങ്ങനെ സമസ്തന്റെ പൂർവ്വകാല ആലിമ്യങ്ങൾ കൊടുത്ത ഫത്വ അത് പേച്ചതാണെന്നും അത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ മൊയന്തല്ലേ ജി? എനിക്ക് എന്ത് അവകാശമാണ് സമസ്തനെ പറ്റി പോസ്റ്റ് ഇടാന്? ഇത് മരക്കായതല്ലേ? ഈ പറഞ്ഞ ക്ലിപ്പ് കണ്ടോ? ഇത് സമസ്തയായിട്ട് ബന്ധമില്ല. എനിക്ക് സമസ്തന്റെ പേരിൽ പോസ്റ്റ് ഇടാനും അതാ പറയുമ്പോൾ കള്ള മുനാഫിക്കാണ് ഇവന്. സമസ്തനുള്ള നേരം ഫുള്ള് കുറ്റം പറയും ചെയ്യും, സമസ്തന്റെ ആലിമ്യങ്ങൾ ഫുള്ള് കള്ളന്മാരാക്കും ചെയ്യും. അതൊക്കെ നമുക്ക് ക്ലിപ്പുണ്ട്. മാത്രല്ല ഇവര് സമസ്തന്റെ സ്ഥാപക ദിനം വന്നാൽ ആദ്യം പോസ്റ്റ് ഇടൽ ഇവനേക്കാരം കള്ള മുനാഫിക്ക്. കാരണം എന്താ? സമസ്തന്റെ 100ാം വാർഷികം അല്ല സ്ഥാപക ദിനം എന്ന് പറയുന്നത്. അതേമാതിരി 100ാം വാർഷികത്തിന് പോസ്റ്റ് ഇട്ടാപ്പത് കൊളാക്കല്ലേ? എന്നെ പോലത്തെ ഡാഷുകൾ പോയിക്കാണ്ട് അതിന്റെ ഹുർമത്ത് നഷ്ടപ്പെടുത്തല്ലോ. എന്നെ നടത്തിക്കോട്ടെ, ആ സുന്യാടെ പരിപാടിയാണ്. മനസ്സിലായോ? എനക്കതിൽ ഒരു ബന്ധമില്ല. സമസ്ത എന്ന് പറഞ്ഞ് പോയിക്കാളെ എനിക്ക് ഉളുപ്പുണ്ടടി മോന്റെ. ത്വരീഖത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മശായിഖന്മാർ ഇവിടെ ഉണ്ട്. അവരെ കുറിച്ച് പുനരാലോചന നടത്തണം. അത് എങ്ങനെ നടത്തണം? ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. സമസ്ത തീരുമാനത്തിൽ ഒരുപാടുണ്ട്. ചോറ്റൂര്, അതേപോലെ കൊരൂര്, നൂരിഷ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. അത് ആണോ അല്ലേ എന്ന തീരുമാനം കേവലം ഇങ്ങനെയുള്ള 40 ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല. അതൊരിക്കലും ശരിയല്ല. എന്നിട്ട് ഇങ്ങനെ ഞാൻ പറയാം, അങ്ങനെ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായ AP സമസ്തക്കാരെ മൂടുതാഞ്ഞാളായിട്ട് വേറെ പറയാൻ ഇറങ്ങിക്കണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ആ കളി മശായിഖന്മാരെ മക്കളോട് വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ സുന്നത്തി ജമാഅത്തിന്റെ ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ പ്രാമാണികമായി നേരിട്ടു. അതേ വാദം ജിഫ്രീത്ത് കോയ തങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തു. അതേ വാദം നജീബ് മൗലവി പറഞ്ഞപ്പോൾ അതിന് ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു. ഞങ്ങൾക്ക് സുന്നത്തി ജമാഅത്തിന്റെ ആദർശത്തിനെതിരെ പറഞ്ഞാൽ പേരോടും കണക്കാണ്, ജിഫ്രീത്ത് തങ്ങളും കണക്കാണ്, നജീബ് മൗലവി കണക്കാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല. അതുകൊണ്ട് ആ കോമാളിത്തരം കളിച്ചിട്ട് മശായിഖന്മാരെ വിഷയത്തിലേക്ക് ഏത് സമസ്തക്കാരൻ വന്നാലും ശരി, നിങ്ങളെ തമ്മിലുള്ള ശജറിയും മറ്റേ കളിയല്ല. ഇതാൺകുട്ടികളോട് കളിച്ചാൽ ഇരുത്തങ്ങളെ തീർത്തുകളയും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പൂതിനെ മനസ്സിലാക്കി വെച്ചേക്ക് ഏത് സമസ്തക്കാരനാണെങ്കിലും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായതിനു ശേഷം സമസ്തക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം കാര്യങ്ങൾ മണ്ണാർക്കാട് 4ാം വാർഷിക സമ്മേളനത്തിലെ 4ാം പ്രമേയമാണ്. മറച്ചുവെക്കാനില്ല, എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു. മഹാനരായ കൊണ്ടോട്ടി മുഹമ്മദ് ഇഷാ തങ്ങൾ അവരുടെ വഴി ശരിയല്ല എന്ന് മണ്ണാർക്കാട് വെച്ച് അന്ന് പ്രമേയം പാസാക്കിയത് സമസ്തയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമാണ്. കേട്ടില്ല ഇതൊക്കെ ഈ ചങ്ങായിമാര് സമസ്തന്റെ പൂർവ്വകാല ഉലമാവിനെതിരെ പറഞ്ഞതാ. ഇവരും സമസ്തയുടെ ബന്ധമില്ല. കണ്ടാ പായിപ്പിച്ചണം അവിടുന്ന്, മനസ്സിലായോ? മാട്ടയിൽ തടിച്ചണം. ശംസുലുലമ പണ്ട് വീരാണ്ടിനെ അടിച്ചണം എന്ന് പറഞ്ഞ മാതിരി മാട്ടയിൽ തടിച്ചണം, മൂർത്താവിനെ അടിച്ച് പായിപ്പിച്ചണം. സമസ്തന്റെ പേരും പറഞ്ഞ് സമസ്തന്റെ സമ്മേളനത്തിൽ വന്നാലേ, മനസ്സിലായോ? ആരും ഇല്ലാന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പരാമർശ വിധേയമായ കാര്യല്ലേ, 100 കൊല്ലം മുമ്പ് ശരീഅത്തിന്റെ ഉലമ എടുത്ത തീരുമാനം അത് വലിയ പഴക്കമുള്ള വലിയൊരു അസംബന്ധമാണ്. 100 കൊല്ലം പഴക്കണ്ട്, 95 കൊല്ലം പഴക്കണ്ട് എന്ന് പറഞ്ഞ് 1930 എടുത്ത തീരുമാന സമസ്തയുടെ കൊണ്ടോട്ടി മശായിഖന്മാർക്കെതിരെ കാലപ്പഴക്കമുള്ള ഒരു കളവ് എന്ന് പറയാം. അത്രേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ സമസ്തന്റെ പ്രമേയം ഇപ്പം പൊളിയുന്നത്. ചില ആൾ സമസ്തന്റെ പ്രമേയം പൊളിയ എന്താ പിന്നെ പ്രശ്നം?
40 മല്ലാക്കന്മാർ കൂടി അവിടെ എന്തെങ്കിലും വെക്കൂലേ? ഇത് കേട്ടില്ലേ, കുരുവട്ടൂരികളാണ് ഈ പറഞ്ഞത്. ഇതാരെ സംബന്ധിച്ചാണ് പറഞ്ഞത്? നമ്മുടെ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കളെ സംബന്ധിച്ചല്ല. പിന്നെ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട മഹാന്മാരായ ഔലിയാക്കളായ സൂഫിവര്യന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർ ഷാലിയാത്തി അടക്കമുള്ള മഹാന്മാരായ ആളുകളെടുത്ത തീരുമാനത്തെയും പ്രമേയത്തെയുമാണ് ഈ കോലത്തിൽ ഇവർ പരിഹസിച്ച് അത് കളവാണ് എന്ന് വരെ തെറിയൂർ പറഞ്ഞിട്ട് ഞങ്ങൾ അതൊരു കളവാണ്. ആര് കൊണ്ടോട്ടി തരീക്കത്തിനെതിരെ തീരുമാനമെടുത്ത അവർ കളവിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയാൽ മതി. ആര് കളവ് പറഞ്ഞു? വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ ബഹുമാനപ്പെട്ട ഷാലിയാത്തി അവർ അടക്കമുള്ള 40 മഹോന്നതരായ പണ്ഡിതന്മാർ കളവ് പറഞ്ഞതാണെന്ന്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നാണ് ഇങ്ങനെ സമസ്തൻ്റെ ആൾക്കാരായാണ് കുത്തിത്തിരിക്കാൻ നോക്കുക. എന്ത് അവകാശം ഉണ്ടോ നിങ്ങൾക്ക്? എന്ത് അർഹത ഉണ്ടോ നിങ്ങൾക്ക്? എവിടെയും ആരും സ്വീകരിക്കണില്ല എന്ന് കണ്ടപ്പോൾ ശംസുലുലമയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എടവണ്ണപ്പാറയിൽ വെച്ച് തുടങ്ങിയപ്പം അതെങ്ങനെയെങ്കിലും അവിടെ കൂട്ടും എന്ന് വിചാരിച്ച് പക്ഷേ നടന്നില്ല. അപ്പോൾ പിന്നെ എന്താ പാണക്കാട്ട് പോവുക, കോരിയാട്ട് പോവുക, പട്ടിക്കാട്ട് പോവുക, ഒക്കെ പോയി മുട്ടായി കൊടുത്ത് നോക്കി ഓടി നടന്നില്ല. അവസാനം ഡൽഹിയിൽ പോയി, അതുപോലെ ദുബൈയിൽ പോയി പൂട്ടി എന്ന് പറഞ്ഞ് പിന്നെപ്പതാ തിരുവനന്തപുരത്ത് പോയാണ്ട് അവിടെയും പോയാണ്ട് കീറത്തുണിതൊക്കെ കൊടുത്തു പോകുന്നത്. എവിടെയും യാതൊരു നിവൃത്തിയില്ല. എന്നാഞ്ഞിപ്പം വലിഞ്ഞു കയറി ചെന്നിട്ടുണ്ടെങ്കിലും അതുപോലെ അവരുടെ സമസ്ത സമ്മേളനത്തിൻ്റെ പോസ്റ്ററുകളും അവിടെ നടന്ന സമ്മേളനത്തിൻ്റെ ചില പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്താണ് ഇങ്ങനെ പ്രചരിപ്പിച്ചാണ്ട് എന്നിട്ടുണ്ടെങ്കിലും ഒരു അലിവ് തോന്നിയിട്ട്, ഒരു ദയ തോന്നിയിട്ട്, ഒരു പാവം തോന്നിയിട്ട് ഞങ്ങളൊന്ന് എടുത്ത് കിട്ടിയാലോ എന്ന് വിചാരിച്ചാണ്ടുള്ള ഒരു ഏരപ്പത്തരാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുരുട്ടൂരികളെ. എന്ത് അവകാശം ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ തേജോവധം ചെയ്യുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ കവലകളിൽ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് അവകാശം നിങ്ങൾക്ക് ഇപ്പോൾ സമസ്തൻ്റെ പേരും പറഞ്ഞാണ്ട് വരാൻ?